തൃക്കാവ് ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രം. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ്. ഭഗവതി സരസ്വതിയായും ലക്ഷ്മിയായും ദുർഗയായും 3 ഭാവങ്ങളിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. സ്വാത്വിക കലാസംഗീത ഗുണങ്ങളോട് കൂടിയ ദുർഗാദേവിയായി സരസ്വതി പൂജയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ദൈവിക പ്രപഞ്ചഘടനയിലെ നിർണായകമായ ദേവതകൾക്ക് ഇരിപ്പിടമായ ക്ഷേത്രമെന്ന നിലയിൽ തൃക്കാവ് ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രം പൊന്നാനി തൃക്കാവിൽ സ്ഥിതി ചെയ്യുന്നു. പൊന്നാനി തൃക്കാവ് ദുർഗാഭഗവതി ക്ഷേത്രത്തിലെ ഓഫീസ് ക്ലർക്ക് ഗിരീഷാണ് ഞാൻ. ഇത് ക്ഷേത്രം പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് നാരായണ പിഷാരടി, സെക്രട്ടറി ചന്ദ്രശേഖരൻ. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ അതിപുരാതന ക്ഷേത്രമാണ് തൃക്കാവ് ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. സാമൂതിരി രാജാവിൻ്റെ ട്രസ്റ്റിഷിപ്പിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ സെക്കൻഡ് ഹെഡ്ക്വാർട്ടറായിട്ടാണ് ഈ പൊന്നാനി. ഇവിടെ കോവിലകം, ഇവിടെ 2ാമത്തെ കോവിലകം ഇവിടെയാണെന്നാണ്, ഈ ദേശത്താണെന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ സരസ്വതീ ദേവിക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ദുർഗയായും ദുർഗാദേവിയായും സരസ്വതീ ദേവിയായും. അതുകൊണ്ട് തന്നെ 10 ദിവസം നവരാത്രിക്ക് അതിഭയങ്കരമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. മാത്രമല്ല സരസ്വതീ സാന്നിധ്യം സരസ്വതീ ദേവിയുടേതായതുകൊണ്ട് സരസ്വതീ പൂജയ്ക്ക് അതിപ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നവരാത്രി കാലങ്ങളിൽ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം, ഈ സംഗീതാർച്ചന മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രധാനമാണ്. ആയിരക്കണക്കിന് കുരുന്നുകളാണ് ഇവിടെ വിദ്യാരംഭം കുറിക്കുന്നത്. നമ്മളെ ചരിത്ര രേഖകളിലൊക്കെ ഉള്ളതാണ്, പഴയ പാഠ്യപദ്ധതികളിൽ ഒക്കെ ഉൾപ്പെട്ടതാണ് പൊന്നാനി ദുർഗാഭഗവതി ക്ഷേത്രം. ദുർഗാഭഗവതി, അതിന് തൊട്ടടുത്ത് തന്നെ ഗണപതി, ഉള്ളിൽ ഗണപതി ഉണ്ട്, പുറത്ത് അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ. ഇവിടെ 3 ഗണപതിയാണ്. ഇവിടെ അകത്തെ ഗണപതി, പുറത്ത് ഒരു ഗണപതി. പിന്നെ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ആൽഗണപതി എന്നും പറയുന്നുണ്ട്. ആൽഗണപതി എന്ന് പറഞ്ഞാൽ വലിയൊരു ആലുണ്ടായിരുന്നു, അതിൽ തന്നെ ക്ഷേത്ര ഉള്ളിൽ തന്നെയാണ് അതിൻ്റേതായിട്ടുള്ള ക്ഷേത്രം, ഗണപതിയുടെ പ്രതിഷ്ഠ. അതിനോടനുബന്ധിച്ചാണ് ക്ഷേത്രത്തിലൊരു 1.5 ഏക്കറോളം ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രക്കുളം, വലിയ ചെറിയാണ്. അതിൻ്റെ നടുവിൽ സരസ്വതി ഇതായിട്ട് മറ്റേ നമ്മളെ ഗുരുവായൂരൊക്കെ മാതിരി സരസ്വതിയുടെ പ്രതിഷ്ഠ, സരസ്വതിയുടെ ഒരു സ്റ്റാച്ചു കുളത്തിൻ്റെ നടുവിലുണ്ട്.
പിന്നെ നമ്മളെ രക്ഷസ്, ഹനുമാൻ, നാഗത്തറ, അങ്ങനെ ഒരു 12 പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട്. പ്രധാന വഴിപാടുകൾ: ദുർഗ, സരസ്വതി, ലക്ഷ്മിക്ക് സരസ്വതി പൂജയും എഴുത്തിനിരുത്തൽ, സാരസ്വത പുഷ്പാഞ്ജലി, മുട്ടറുക്കൽ, ഐശ്വര്യപൂജ, ത്രികാല പൂജ, ജന്മനക്ഷത്ര പൂജ, ഉദയാസ്തമന പൂജ, ചതുശതം, ചുറ്റുവിളക്ക് എന്നിവയാണ്. ഗണപതിക്ക് കൂട്ടുഗണപതി ഹോമവും ഒരു കൂട്ട് ഉണ്ണിയപ്പം, ഒറ്റ തുടങ്ങിയ വഴിപാടുകൾ. അയ്യപ്പന് ശനീശ്വര മന്ത്ര പുഷ്പാഞ്ജലി, എള്ളുതിരി, നീരാഞ്ജനം, ചുറ്റുവിളക്ക് എന്നിവയാണ് വഴിപാട്. ശ്രീകൃഷ്ണന് പാൽപ്പായസം, അവിൽ നിവേദ്യം, സുദർശന ഹോമം, ലക്ഷ്മീനാരായണ പൂജ, ചുറ്റുവിളക്ക്. ഹനുമാന് വടമാലയും വെറ്റിലമാലയും അവിൽ നിവേദ്യവുമാണ് പൂജാ വഴിപാടുകൾ. രക്ഷസിന് രക്ഷസ് പൂജയും പായസവും നടത്തുന്നു. നാഗങ്ങൾക്ക് നാഗപൂജയും നാഗപായസവും പ്രധാന വഴിപാടുകളാണ്. സാമ്പത്തികമായിട്ടും വിദ്യാപരമായിട്ടും എല്ലാത്തിനും ഉദ്ദിഷ്ട കാര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഹനുമാന് വടമാല. അതേമാതിരി തന്നെ വെറ്റിലമാല, അവിൽ നിവേദ്യം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതശ്വതം. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ്. നവരാത്രി കാലങ്ങളിൽ ചതശ്വതത്തിന് ഇവിടുത്തെ വന്നു നോക്കി അറിയാം. അത്ര ചതശ്വതം വഴിപാടിന് ഒരു പ്രത്യേകത തന്നെയാണ്. എല്ലാവരും പറയും, കാരണം വെച്ചാൽ നവരാത്രി കാലങ്ങളിൽ മറ്റുള്ള സമയങ്ങളിൽ ചതുശ്വതം വഴിപാട് ചെയ്താൽ ആ ഒരു ഇത് നവരാത്രി കാലങ്ങളിൽ ചെയ്താൽ അതിനേക്കാളും കുറച്ചുകൂടി എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നവരാത്രി കാലങ്ങളിൽ ചതുശ്വതം വഴിപാടിന് ഇവിടെ പ്രത്യേക ഒരു ഇതാണ്. ഈ 10 ദിവസം വളരെ തിരക്കാണ് ആ സമയങ്ങളിൽ. കാൽക്കൂട്ട് ചതുശ്വതം, അരക്കൂട്ട് ചതുശ്വതം, ഒരു കൂട്ട് ചതുശ്വതം, അങ്ങനെയാണ് സാധാരണ ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പല ദൂരത്തു നിന്നും ഈ ചതുശ്വതം വഴിപാടിന് പ്രത്യേക ഇതായിട്ട് ഇവിടെ വന്ന് ചീട്ടാക്കാറുണ്ട്. തൃക്കാവ് ക്ഷേത്രത്തിന് 2000 വർഷങ്ങൾക്കധികം പഴക്കമുണ്ട് എന്ന് കരുതുന്നു. കേരളക്കര സൃഷ്ടിച്ച ശേഷം പരശുരാമൻ തീരദേശങ്ങളുടെ സംരക്ഷണ ചുമതല ദുർഗാദേവിയെയും മലയോരങ്ങളുടെ ശാസ്താവിനെയും ഏൽപ്പിച്ചതായി കേരളോൽപ്പത്തിയിൽ പറയുന്നു. ഇതുപ്രകാരം തീരദേശമായ പൊന്നാനിയിലെ പ്രമുഖ ക്ഷേത്രമാണ് തൃക്കാവ് ക്ഷേത്രം. പതിമൂന്നാം നൂറ്റാണ്ട് വരെ വള്ളുവനാട് മേൽക്കോയ്മ നിലനിന്നിരുന്നതിനാൽ ഈ ക്ഷേത്രത്തിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല. 14-ാം നൂറ്റാണ്ടിൽ സാമൂതിരി പൊന്നാനിയിൽ 2ാം ആസ്ഥാനം സ്ഥാപിച്ചതോടെയാണ് തൃക്കാവ് ക്ഷേത്രം യശസ്സിലേക്ക് ഉയർന്നത്. ഈ ചതുശ്വതം വഴിപാട് നമ്മൾ ഉദ്ദിഷ്ട കാര്യത്തിനാണ് അത് ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജ, ജന്മനക്ഷത്ര പൂജ. ജന്മനക്ഷത്ര പൂജ നമ്മളുടെ ജന്മ നക്ഷത്രത്തിൻ്റെ സമയത്താണ് നമ്മളതിവിടെ ഷീട്ടാക്കാറ്. അങ്ങനെ ഇതായിട്ട് ആ സമയത്താണ് ജന്മനക്ഷത്ര പൂജ ചെയ്യുന്നത്.
പിന്നെ ഐശ്വര്യ പൂജ, അങ്ങനെ 72 ഓരോ ദേവന്മാർക്കും ഉപദേവന്മാർക്കൊക്കെ ഓരോ വഴിപാടുകളുണ്ട്. ഇവിടുത്തെ സരസ്വതി പൂജയ്ക്ക് പുറമെ ഇവിടുത്തെ വഴിപാട് മുട്ടറക്കൽ വഴിപാടുണ്ട്. നമ്മളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് മുട്ടറുത്ത് അത് ക്ഷേത്രം മേൽശാന്തി അതിനുള്ള പരിഹാരക്രിയകളൂടി പറയുന്നുണ്ട്. ഇവിടെ മുട്ടറുത്തിട്ട് അതിൻ്റെ പരിഹാരം, മുട്ടറുത്ത് നന്നായിട്ടില്ലെങ്കിൽ അതിൻ്റെ പരിഹാരക്രിയകളൊക്കെ പറയുന്നുണ്ട്. കൂടാതെ തുലാഭാരം, ചോറൂണ്, ചുറ്റുവിളക്ക് എല്ലാം ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. നവരാത്രി ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. 9 ദിവസം പ്രത്യേക പൂജകളും ആന പഞ്ചവാദ്യം എന്നുള്ള മുതലായവയോടുകൂടി അന്നദാനം എല്ലാം പ്രത്യേകമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. തൃക്കാവ് ക്ഷേത്രത്തിന് സമീപം സാമൂതിരിക്കോവിലകവും സ്ഥാപിക്കപ്പെട്ടു. ഇതോടെ തൃക്കാവ് ക്ഷേത്രം രാജകീയ ക്ഷേത്രമെന്ന സൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചു. കോഴിക്കോട്ടെ സാമൂതിരി ക്ഷേത്രങ്ങൾക്ക് സമാനമായ പരിഗണനയിലാണ് സാമൂതിരി തൃക്കാവ് ക്ഷേത്രത്തെ പരിപാലിച്ചു പോന്നത്. ദൈവിക പ്രപഞ്ചഘടനയിലെ നിർണായകമായ ദേവതകൾക്ക് ഇരിപ്പിടമായ ക്ഷേത്രമെന്ന നിലയിൽ തൃക്കാവ് ക്ഷേത്രം ഇന്നും പ്രശസ്തമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുൻവശം തൊട്ടിൽ കെട്ടുന്ന ഒരു പതിവുണ്ട്. അത് കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി നമ്മളൊരു വഴിപാട് ചെയ്യുന്നതാണ് തൊട്ടിൽ കെട്ടുക എന്ന ചടങ്ങ്. കൂടാതെ ഇവിടെ നമ്മളെ സരസ്വതി മണ്ഡപം പ്രതിഷ്ഠയില്ല, അവിടെ സാധാരണ ഇതന്നെയാണ്, മണ്ഡപമാണ്. അവിടെയാണ് നമ്മളുടെ കുരുന്നുകളെ എഴുത്തിനിരുത്തൽ ചടങ്ങ് ആരംഭിക്കുന്ന അവിടുന്നാണ്. ഈ തൃക്കാവ് ക്ഷേത്രത്തോടനുബന്ധിച്ച് ധാരാളം പട്ടന്മാർ ഏരിയ ആയിരുന്നു ഇത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴൊക്കെ ഓരോരുത്തരൊക്കെ ഓരോ സ്ഥലത്ത് സെറ്റിലായിട്ട് അവർ നവരാത്രി സമയങ്ങളിൽ അവരിവിടെ റൂമെടുത്ത് ഈ 10 ദിവസവും അവരിവിടെ വരാറുണ്ട്. ഈ ഓരോ സ്ഥലത്ത് എല്ലാവരും ഓരോ ജോലി സംബന്ധമായിട്ട് എല്ലാവരും വിദേശത്തും അവിടെയും ഇവിടെയൊക്കെ പോകുന്നു. എന്നാലും നവരാത്രി സമയത്ത് അവരെ ഒരു കോൺട്രിബ്യൂട്ട്, ഒരു സംഭാവന നമ്മൾക്ക് വിലമതിക്കാനാവാത്തതാണ്. ഇപ്പോഴും ഓരോ ഇതിൽ വളരെ ഈ തൃക്കാവിലെ അമ്മയുടെ സേവകരായി അവരിപ്പോഴും വളരെ നല്ല ഉന്നത ഇതിലേക്ക് ധനികന്മാരായിട്ട് അവരിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഇതാവുന്ന തൃക്കാവിലെ അമ്മ കഴിച്ചിട്ടേ അവർക്കിന്ന് എല്ലാം ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാം നമ്മളുടെ എല്ലാ സമയത്തും നവരാത്രിയുടെ സമയത്തും അല്ലാത്ത സമയത്തും നമ്മളെ അടുത്ത് ബന്ധപ്പെട്ടിട്ട് ഓരോ പൂജാതി കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അത് നമ്മൾക്ക് അവർ വിലമതിക്കാനാവാത്തതാണ്. അവരൊക്കെയാണ് ഇന്നത്തെ ഈ ക്ഷേത്രത്തിൻ്റെ വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വരദുർഗയായ ചതുർബാഹുവാണ്. ദുർഗയായും സരസ്വതിയായുമാണ് ഇവിടുത്തെ സങ്കല്പം. അതുകൊണ്ട് തന്നെയാണ് സരസ്വതി പൂജയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. വിദ്യ, സംഗീത ആസ്വാദക രീതിയിലാണ് ഇവിടുത്തെ ഇത്. അതുകൊണ്ട് തന്നെ വിദ്യയ്ക്ക് വളരെ വളരെ പ്രാധാന്യമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ വരുന്നത് നവരാത്രി, ഞാൻ പറഞ്ഞല്ലോ നവരാത്രി. പ്രതിഷ്ഠാദിനം വരുന്നത്, ഭഗവതിയുടെ പിറന്നാൾ വരുന്നത് മിഥുനമാസത്തിലെ മകം നാളിലാണ്. കൂടാതെ ഭാഗവത സപ്താഹം, അഖണ്ഡനാമ യത്നം, ഈ ശ്രീകൃഷ്ണ ജയന്തി, അങ്ങനെയുള്ള മറ്റുള്ള ഉത്സവങ്ങളൊക്കെ ഇവിടെ നമ്മൾ
ഇവിടെ കുചേല ദിനം അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ടതായിട്ട് നവരാത്രി, പ്രതിഷ്ഠാ ദിനം, ഭാഗവത സപ്താഹം ഇതെല്ലാ കൊല്ലവും ഉണ്ടാവുന്നതാണ്. സുമാർ 100 വർഷം മുമ്പേ ഇവിടെ ബ്രാഹ്മൺസ് അതായത് അവരായിട്ടുണ്ടാക്കിയതാണ് സമൂഹങ്ങളൊക്കെ. അവർ ബിസിനസ്സായിട്ട് പൊന്നാനി ഉണ്ടായിരുന്നു, അവർ പൂർവികരം ആയിട്ട്. അവരുടെ മക്കളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പഴയ തലമുറയൊക്കെ പോയി. അതുമാതിരി ഗുജറാത്തീസ് അവർ അറബിക്കടലിൻ്റെ തീരത്തായിരുന്നു. അമ്പലത്തിൽ നിന്ന് പടിഞ്ഞാറ് വശത്ത് അവർക്ക് പാണ്ഡ്യശാല ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പത്തേമാരിക്ക് ചരക്ക് വരവും അവിടെ ബിസിനസ് നടത്തിയിരുന്നതാണ്. ഇപ്പോൾ അതൊക്കെ പോയി. അവരുടെ തലമുറ 2 തലമുറ കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഇവിടെ സ്ഥലം വിട്ടു. അപ്പോൾ പഴയ ഓർമ്മയ്ക്ക് ഈ പരിസരം, ഈ ചുറ്റുപാടും ഒക്കെ ബ്രാഹ്മൺസ്, ഷേട്ടുമാർ മാത്രം തിങ്ങി താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ വിരലും എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. അതിൽ പെട്ടത് AR ഈശ്വരയ്യർ, അവരുടെ കുട്ടികൾ രാമദാസ് വാസൻജി, സതീഷ് ഷേട്ടു, അവരുടെ സ്ഥലങ്ങളാണ് ഈ പരിസരത്തുള്ളതൊക്കെ ആദ്യകാലത്ത്. പിന്നെ അവർ ബിസിനസ്സൊക്കെ ആയപ്പോൾ ഒഴിവായി പോയി. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് തിരൂരിൽ നിന്ന് വരുന്നവർക്ക് സുമാർ 20 കിലോമീറ്റർ റോഡ് മാർഗം വന്ന് ചമ്രവട്ടം ജംഗ്ഷനിൽ നിന്ന് പഴയ പുതുപന്നാനി റോഡിലേക്ക് വന്ന് ചന്തപ്പടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞൊരു 50 മീറ്റർ മാത്രം വന്ന ഒരു ആല് കാണാം. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ക്ഷേത്രം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കുറ്റിപ്പുറം ഇറങ്ങി നേരെ പൊന്നാനി ബസ്സിൽ കയറി കഴിഞ്ഞാൽ ചന്തപ്പടി ഇതേ സെയിം തന്നെയാണ് വരാൻ പറ്റുന്ന ആ ഒരു ഇത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്നവർക്കാണെങ്കിൽ ഗുരുവായൂരിന് അടുത്ത വഴി കുണ്ടടൂർ ജംഗ്ഷൻ വഴി വന്നാൽ എടപ്പാൾ റോഡ് ജംഗ്ഷനാണ് കുണ്ടടൂർ ജംഗ്ഷൻ. അത് വന്നാൽ ഇതേമാതിരി തന്നെ ചന്തപ്പടി എത്തിയാൽ ലെഫ്റ്റ് തിരിഞ്ഞ് 50 മീറ്റർ വന്നാൽ തൃക്കാവ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് എത്തിച്ചേരും. ഈ ക്ഷേത്രത്തിൽ നട തുറക്കുന്ന സമയം രാവിലെ 5 മണി മുതൽ രാവിലെ 10:30 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെ ആണ് ഇവിടുത്തെ ക്ഷേത്രനട ദർശനം.